എന്നാ കൊച്ചേ ഇതന്നെ ബാഗൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്? നാളെ അല്ലേ സ്കൂളിൽ പോകുന്നേ? അതിനിപ്പോഴേ എന്തിനാ ബാഗ് എടുത്ത് വെച്ചിരിക്കുന്നത്? അത് നമ്മൾ കിടക്കുന്ന സ്ഥലമല്ലേ, കിടക്കുന്ന സ്ഥലത്ത് എന്തിനാ ബാഗ് വെക്കുന്നത്? അത് അവിടെ കൊണ്ടുവച്ചോ, മോനെ ടേബിളിൽ കൊണ്ടുപോയി. അവിടെ നാളെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോയാൽ പോരെ? നാളെ അല്ലേ സ്കൂളിൽ പോകും, നാളെ പോകുമ്പോൾ കൊണ്ടുപോയാൽ മതി. കാണാൻ പറ്റുമോ? അതിനാണോ ഇപ്പം ബാഗിൽ എന്തൊക്കെയുണ്ട്? കാണിച്ചോ, പറഞ്ഞാൽ മതി. തുറക്കണ്ട, പറഞ്ഞാൽ മതി. ടിഷ്യൂ പേപ്പർ, ഡ്രസ്സ്, പൗച്ച്, കളർ പെൻസിൽ, ബുക്കൊക്കെ വെച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ഡേ ബുക്ക് വേണ്ടല്ലേ? എന്നാൽ അപ്പോൾ ബാഗ് അപ്പുറം കൊണ്ട് വെച്ചേക്കാം. മോൻ കിടന്നിട്ട് നമുക്ക് നാളെ എടുത്താൽ മതി. ഇവിടെ വെക്കുവാണോ? കൊച്ചു എക്സൈറ്റഡ് ആണോ സ്കൂളിൽ പോകാനായിട്ട്? പഠിക്കുമോ? നന്നായിട്ട് പഠിക്കുമോ? എന്നിട്ട് കൊച്ച് കരയുമോ നാളെ സ്കൂളിൽ പോകുമ്പോൾ? ഗുഡ് ഗേൾ ആണോ? അതെന്നാ കരയാത്ത? ഓ, ബിക്കോസ് യു ലൈക്ക് യുവർ സ്കൂൾ. ഓക്കേ, അപ്പോൾ നാളെ കരയാൻ പറ്റത്തില്ല. ഓക്കെ അല്ലേ? റെഡിയാണോ? ഇതായിട്ട് പഠിക്കണം. ഫസ്റ്റ് ടൈമാണോ പോകുന്നത്? ഫസ്റ്റ് ടൈമാണ് പോകുന്നത് നമ്മൾ? ടുമാറോ ഫസ്റ്റ് ടൈം പോകുന്നത്. അത് ശരി. അപ്പോൾ അതാണ് കൊച്ചിന് ഇത്ര എക്സൈറ്റ്മെന്റ് അല്ലേ? അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് കിടന്നിട്ട് നാളെ രാവിലെ എഴുന്നേക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബസ്സിലാണോ പോകുന്നത്? ബസ്സിലാണോ പോകുന്നത്? 6 മണിയായി. ഇപ്പൊ എഴുന്നേക്ക് പൊന്നെ. സ്കൂളിൽ ദിവസമാണ് നിന്നെ. എന്നാ നമ്മള് സ്കൂളിൽ പോകുന്നേ? എന്നേറ്റേ അമ്മ പറഞ്ഞല്ലേ മെഡിക്കൽ കുട്ടിയായിട്ട് രാവിലെ എഴുന്നേക്കണമെന്ന്? എന്നേറ്റേ ഇവിടെ പൊന്നെ, എന്നേക്കടാ. ഞാൻ ചമ്മോനെ വേഗം എഴുന്നിട്ടേ. 6 മണി കഴിഞ്ഞു പൊന്നെ. നീ ഇന്ന് നമ്മുടെ കൂടെ വാ. എന്നിട്ട് നാളെ ബസ്സിലേക്ക് പോകണം കേട്ടോ. ഇന്നേക്ക് കൂൾ ടൈം ആയിന്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ഹന്നക്കുട്ടിയും സ്കൂളിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ഇന്നലെ ആയിരുന്നു അവളുടെ ഫസ്റ്റ് ഡേ. അപ്പം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ സ്കൂളിൽ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെയാണ് പുള്ളിക്കാരി രാവിലെ തന്നെ എഴുന്നേറ്റത്. പിന്നെ ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു, കരയുമൊന്നും. കരഞ്ഞൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് മിടുക്കിയായിട്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോയി. ഇവരുടെ സ്കൂൾ ടൈമിങ് 7:40 to 1:10 വരെയാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 18 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവരുടെ സ്കൂളിലേക്ക്. റെഡിയാണോ? വാ, ഇറങ്ങി വാ. ടിങ്കിടി മോണിട്ടോ വെയിറ്റ് ഉണ്ടല്ലോ മോട്ടെ. അങ്ങനെ ഫസ്റ്റ് ഡേ ഹന്നക്കുട്ടീനെ കൊണ്ടുവിടുന്നതുകൊണ്ട് ഇവാക്കുട്ടിയും പറഞ്ഞു സ്കൂൾ ബസ്സിന് പോകുന്നില്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ വരുവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ സ്കൂളിലേക്ക് പോവാണ്. രാവിലെ സത്യം പറഞ്ഞ ബഹ്റിനിൽ എവിടെ നോക്കിയാലും നല്ല ട്രാഫിക് ആയിരിക്കും. ഇവരുടെ സ്കൂളിലോട്ടുള്ള റോഡിൽ പ്രത്യേകിച്ച് നല്ല ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആദ്യം തന്നെ ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആവുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ 7:40 മുമ്പ് എത്താൻ പറ്റി. അങ്ങനെ സ്കൂളിലെത്തി, സ്കൂളിലോട്ട് കയറുകയാണ്. പേരൻസിന് പുറത്ത് വരെ അലോ ചെയ്യത്തുള്ളായിരുന്നു അവർ. പിന്നെ നമ്മൾ ഡിവിഷൻ പറഞ്ഞ് ടീച്ചേഴ്സ് തന്നെ അവരുടെ ക്ലാസ്സിൽ കൊണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഹന്നക്കുട്ടീനെ വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇവാക്കുട്ടീനെ വിട്ടാൻ പോയി. പിന്നെ 11:30 തിരിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞു. നേരത്തെ ഇറങ്ങി പോയിരുന്നു പഠിക്കട്ടെ, ക്ലാസ്സിൽ പോയിരുന്നു പഠിക്കും. പ്രിൻസിപ്പളിനെ കൊണ്ട് ഞാൻ പിടിപ്പിക്കുന്നത്. നിങ്ങളുടെ പ്രിൻസിപ്പളിനെ കൊണ്ട് ഞാൻ പിടിപ്പിക്കുന്നത്. Okay.
നമ്മുടെ ക്ലാസ്സിൽ ഏതാണ്ട് കിട്ടി അപ്പയ്ക്ക് ആർക്കാ തരുന്നു അന്നക്കുട്ടീനെയും ഇവാക്കുട്ടീനെയും വിളിച്ച് അവരുടെ 2-3 ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വേഗം കാണാം. അതുവരെയ്ക്കും ബൈ. ഹനക്കുട്ടി അപ്പൊ ഫസ്റ്റ് ഡേ ഫിനിഷ് അല്ലേ? ബാബായ് പറ. ബാബായ് ചേച്ചി ബാബായ് പറഞ്ഞു. ബാബായ് അമ്മ ബാബായ് ചേച്ചി ബാബായ് ഹനക്കുട്ടി ബാബായ് ഫസ്റ്റ് ഡേ ബാബായ്.